എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്താണ് സംസാരിക്കാൻ ആരിഫ്, നമസ്കാരം. നമസ്കാരം. ആരിഫ്, ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കൂ, ഗസയിലെ ഹമാസിന്റെ ആക്രമണങ്ങളെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഹമാസ് എന്താ പറയാ, പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് ഭീകരവാദ സംഘടനയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതാണ് ഞാൻ. കഴിഞ്ഞ 10-22 മാസമായി ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിലാണെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഒരു 10-7 മാസത്തിന് മുകളിലായി യുദ്ധം ആരംഭിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു പ്രദേശത്ത് പട്ടിണി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിടെ പക്ഷേ ജനങ്ങളുടെ പട്ടിണി ആരിഫ് നിസ്സാരവൽക്കരിക്കുകയാണോ ആരിഫ്? സത്യത്തിൽ നേരെ തിരിച്ചല്ലേ പറയേണ്ടത്? നോക്കൂ, ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ട്, അവിടെ പട്ടിണിയുണ്ട്, ഹമാസ് അതുകൊണ്ട് പോകണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ആരിഫ് അതിനെ നേരെ തിരിച്ച് സംസാരിക്കുന്ന പോലെയാണോ ആ, എന്ന ഒരു പൊതുജന അഭിപ്രായമുണ്ട്. അത് കമന്റ് ബോക്സുകളിൽ കാണുന്നുമുണ്ട്. എന്താണ് ആരിഫ്, കള്ളപ്പട്ടിണിയാണോ ഗസയിലെന്നാണോ ഇപ്പോഴും പറയുന്നത്? ഗാസയിൽ നടക്കുന്നത് ഒരു കള്ളപ്പട്ടിണി തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത് ഒരു യാചക കൂട്ടമാണ്. എന്ന് ഉം. വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ, ഉം. നാട്ടുകാരുടെ മനോനില അതിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പണം പിരിച്ച് സ്വന്തം പോക്കറ്റിലാക്കി ജീവിതം അടിച്ചു പൊളിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സത്യത്തിൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അതിന് പേര് കേട്ട ആളുകളാണ് ഇസ്മായിൽ ഹനിയെ പോലെ ഉള്ള ആളുകൾ, യഹിയ സിൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ. കാരണം അവരുടെയൊക്കെ ആസ്തികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നമ്മൾ മൾട്ടി ബില്യൺ ആയിട്ടുള്ള ആസ്തികളും അവരെങ്ങനെയാണ് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നു യഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. പക്ഷേ യഹിയ സിൻവറിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവരിന്നിപ്പോൾ തുർക്കിയിലേക്ക് താമസം മാറി അവർ വലിയൊരു തുകയുമായിട്ടാണ് കടന്നത് എന്നും അറിയുന്നു. എന്നിട്ട് അവിടെ മറ്റൊരു വിവാഹം കഴിച്ച് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിൻ്റെ വാർത്ത അതും പുറത്തേക്ക് വരികയാണ്. അപ്പം ഞാൻ ആളുകൾ ആഘോഷിക്കുന്നതിനോ പണം സമ്പാദിക്കുന്നതിനോ ഒന്നും നമ്മളെതിരല്ല. പക്ഷേ അതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗം എന്തെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഒരാൾ കള്ളക്കടത്തിലൂടെ ഒരു സംഗതി ഉണ്ടാക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പണം ഉണ്ടാക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിലും കള്ളക്കടത്തിലൂടെ അതുണ്ടാക്കുക എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു രീതി തന്നെയാണെന്നാണ് നമ്മൾ പറയാം. ഒന്നത്. രണ്ട്, ഇവിടെ ഗാസൻ ജനത പോലും പറയുന്നു, നിങ്ങളവിടെ ടണലിൽ ഇരുന്നിട്ട് സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ആഘോഷിക്കുന്നു, നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ തകർത്താടുന്നു, പക്ഷേ ഞങ്ങളിവിടെ ദുരിതം അനുഭവിക്കുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഈ ആയുധം താഴെ വെച്ച് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കൂ, ഞങ്ങൾക്കും ജീവിക്കണം എന്ന് പറയുന്ന ശബ്ദം അത് ഈ ഗാസയിൽ നിന്നും വരുന്നത് നമ്മളിൽ എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്, അത് വാർത്തയാക്കിയിട്ടുണ്ട്? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒന്നത്. രണ്ട്, പട്ടിണി യുദ്ധമേഖലയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പട്ടിണി ഉണ്ടാകാതെ നോക്കിക്കൊണ്ട് അവിടെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ അവരുടെ ഇടയിൽ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട്, അതായത് സിവിലിയൻസിൻ്റെ ഇടയിൽ ഉൾച്ചേർന്ന് ആരാണ് സിവിലിയൻ, ആരാണ് പോരാളി, സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും ഒന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ഈ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് നടത്തുന്ന യുദ്ധം, അതിനെതിരെ അവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും വളരെ കൃത്യമായിട്ട് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുകയും ചെയ്യുന്ന ഈ ഇസ്രായേലിൻ്റെ രീതികൾ അതവിടെ ഉള്ളപ്പോൾ തന്നെ ഈ ജനതയെ പട്ടിണിക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളോട് എടുത്തുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇസ്രായേൽ അവിടെ ഈ പറയുന്ന യുദ്ധം ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് കള്ളപ്പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പട്ടിണി ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ കാര്യം. കാരണം ഇവർ പട്ടിണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിട്ടത് എങ്ങനെയാണ് വാർത്ത? ചില ചിത്രങ്ങൾ വെച്ചിട്ടാണ്. ഞാൻ തുറന്നു ചോദിക്കുകയാണ്, ഈ പറയുന്ന പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ചിത്രം അത് കൃത്യമായ പട്ടിണി കൊണ്ടുള്ളൊരു ചിത്രമായിട്ട് മനജയ്ക്ക് കാണാൻ തോന്നിയോ, കാണാൻ സാധിച്ചോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരൊറ്റ ചിത്രം പോലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവർ പുറത്തേക്ക് വിട്ട പക്ഷെ പല ആരിഫ്, അവിടെ ചിത്രങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ആടിയട്ടെ. ഈ ഫുഡ് ക്യാമ്പുകളിൽ ചെന്ന് കരയുന്ന കുട്ടികൾ, ഫുഡ് തികയാത്ത അവസ്ഥയിലെ വിഷ്വൽസ്, ഓക്കെ, ചിത്രങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു. പലയിടങ്ങളിലും മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി കാണിച്ച കുട്ടികൾ ഒന്നും തന്നെ ഗസയിലെ കുട്ടികൾ പോലുമല്ല. മാത്രമല്ല, ശരീരപ്രകൃതി കാണുമ്പോൾ തന്നെ പട്ടിണി കിടക്കുന്ന സ്ത്രീകളെ പലരെയും തോന്നുന്നുമില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷെ വീഡിയോ വിഷ്വലുകളിൽ പക്ഷേ കാണുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ആളുകൾ ഉണ്ടല്ലോ ആരിഫ്. അതാണ്, അതിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ കരയുന്നത്, എങ്ങനെയാണ് ആ കുട്ടികൾ അവരെ കരയിപ്പിക്കുന്നത്, ഇതും കൂടി നമ്മൾ അറിയണം. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ ചിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കുക.
ഇതിനകത്ത് മെലിഞ്ഞുണങ്ങിയ എല്ലൊട്ടിയ ഒക്കെ ആളുകളെയൊക്കെ നിങ്ങൾക്ക് കാണാം, കുട്ടികളെയൊക്കെ ചിത്രം കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഈ ചിത്രം കാണുമ്പോൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കണം, അങ്ങനെ അവർ ഇസ്രായേലിനെ വെറുക്കണം, അങ്ങനെ അവർ ഞങ്ങളോടൊപ്പം നിൽക്കണം, അങ്ങനെ നിങ്ങൾ പണം ഇറക്കണം, അങ്ങനെ ഞങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. ആ പണം ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ജീവിതം ആഘോഷിക്കും. ഇതാണ് സത്യത്തിൽ ഹമാസ് ലക്ഷ്യം വെക്കുന്നത്. ആ ട്രാപ്പിലേക്ക് ആളുകൾ വീഴാണ്, നടന്നു ചെന്ന് വീണ് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഈ ചിത്രങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ന്യൂയോർക്ക് ടൈംസിൽ അവരൊരു ചിത്രം വെച്ചു. അതിന് മുന്നിൽ തന്നെ ഒരു ചിത്രം വെച്ചുകൊണ്ട് അമ്മ ഒരു കുട്ടിയെ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം വെച്ചിട്ടാണ് അവർ വാർത്ത ഇറക്കിയത്. അത് ലോകത്ത് വലിയ ചർച്ചയായി. അത് വെച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഹമാസ് പ്രൊപ്പഗൻഡയ്ക്ക് ഇത്രമാത്രം സ്വീകാര്യത ആദ്യ ഘട്ടത്തിൽ ലഭിച്ചത്. പക്ഷേ പിന്നീട് അത് ചിത്രം ആരുടെയാണ് എന്താണെന്ന് പുറത്തേക്ക് വരികയാണ്. ആ കുട്ടി മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന മറ്റൊരു അസുഖം ബാധിച്ച കുട്ടിയാണ്. കാരണം ഈ അമ്മയും ഈ കുട്ടിയും നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ജ്യേഷ്ഠനെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മാൽനറിഷ്മെൻ്റ് ഇല്ല, ആ കുട്ടി സ്റ്റാർഡ് അല്ല. ഇത് അവിടെ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. പക്ഷേ ആ ചിത്രം അവരവിടെ ക്രോപ്പ് ചെയ്തിട്ടാണ് അവിടെ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വരികയാണ്. ഒന്നത്. രണ്ട്, ഇത് വലിയ തോതിൽ ചർച്ചയായി കഴിഞ്ഞപ്പോൾ അവസാനം ന്യൂയോർക്ക് ടൈംസ് തന്നെ അടുത്ത ദിവസം മറ്റൊരു ചിത്രം അല്ലെങ്കിൽ മറ്റൊരു വാർത്ത അതിനോടൊപ്പം നോട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ഈ കുട്ടിക്ക് മുന്നേ ഇങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു എന്ന് എഴുതി ചേർക്കേണ്ട ഗതികേട് ഈ പത്രത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പട്ടിണിയുടെ ചിത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യമനിലേക്ക് നടന്നു പോവുക. എന്നിട്ടും ചുമ്മാ ക്യാമറ ആകാശത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടിണിയുടെ ചിത്രം കിട്ടും. അങ്ങനെ പട്ടിണിയുടെ ചിത്രം നിങ്ങൾക്ക് കിട്ടാമെന്നിരിക്കെ നിങ്ങൾ ഗാസയിൽ ഇതുപോലെ വേട്ടയാടിയിട്ട് പോലും ഒരു ചിത്രം കിട്ടാനില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് കൊടുക്കുന്ന ചിത്രം ഇതേപോലെയുള്ള അസുഖം ബാധിച്ച കുട്ടികളുടെ ചിത്രം വെച്ചുകൊണ്ട് അവരുടെ ആ ദുരിതം നിങ്ങൾ ഇതേപോലെ ഒരു പ്രൊപ്പഗൻഡയ്ക്ക് ആയുധമാക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ പരം നാണക്കേടും ഒരു തെണ്ടിത്തരം വേറെ എന്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് സത്യത്തിൽ അവിടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാപ്പിലാണ് അവർ വീണുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കുട്ടികൾ കരയുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങളുണ്ടെന്ന്, നിങ്ങൾ ഈ കരയുന്ന ചിത്രങ്ങളും കരയുന്ന വീഡിയോ നിങ്ങൾ എടുക്കുക. ആ പിക്ചറിൻ്റെയും ഇതേപോലെ ക്രോപ്പ് ചെയ്ത വേർഷൻ നിങ്ങളൊന്ന് എൻലാർജ് ചെയ്യുക. അതിൻ്റെ താഴെ കുട്ടികൾ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞാൻ പറയുക. ഇതുപോലുള്ള എത്ര ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു, വീഡിയോസ് പുറത്തേക്ക് വന്നിരിക്കുന്നു. കരയുന്ന കുട്ടിയുടെ ചിത്രം ഉണ്ടാവും, തൊട്ട് താഴെ കുട്ടികൾ ചിരിക്കുന്നുണ്ടാവും. കാരണം ഇത് അഭിനയിക്കാൻ പറയുകയാണ് ഇവരുടെ അടുത്ത്. ഉപ്പുവെള്ളം കുടിക്കുന്നത് അഭിനയിക്കാൻ പറയുകയാണ്. അതല്ലെങ്കിൽ ഇവിടെ മറ്റേ മണൽ വാരി തിന്നുന്നത് അഭിനയിക്കാൻ പറയുകയാണ്. കുട്ടികൾ പട്ടിണി കൊണ്ട് കരയുന്നു, അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൻ്റെ വീഡിയോ പിടിക്കുകയാണ്. അങ്ങനെ വീഡിയോ പിടിച്ചു കഴിയുമ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കൊടുത്ത ഭക്ഷണം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ചിത്രം, വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇനി ഇവിടെ ഇസ്രായേൽ അവിടെ UN-ൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് വിതരണം ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ, അതായത് GHF എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഭക്ഷണം അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടില്ല. പെല്ലറ്റ് കണക്കിന് ഭക്ഷണം അവിടെ ഇരുന്നിട്ട് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വിതരണം ചെയ്യേണ്ട ബാധ്യത UN ഏറ്റെടുക്കാതെ. കാരണം UN-ൻ്റെ കാഴ്ചപ്പാടിൽ അത് UNRWA എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ അത് വിതരണം ചെയ്യണമെന്നും ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം UNRWA എന്ന് പറയുന്നത് സത്യത്തിൽ ഹമാസ് തന്നെയാണെന്നുള്ളത് ഒക്ടോബർ 7 നമ്മൾ തെളിയിച്ചാണ്. അങ്ങനെ ഇരിക്കെ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കില്ല എന്ന് ഇസ്രായേലും തീരുമാനിച്ചു. കാരണം അവർ തന്നെയാണ് മാഷായിട്ടും പ്രസ്സിലെ ജീവനക്കാരായിട്ടും അതുപോലെ ഡോക്ടറായിട്ടൊക്കെ വന്നിട്ട് ഭീകരപ്രവർത്തനം നടത്തിപ്പോയത് ഈ UNRWAയിലെ പല ആളുകൾ. ഇന്ന് അവരിൽ പല ആളുകളും ഇന്ന് അതിൻ്റെ കുറ്റാരോപിതരാണ്. അവരതിൻ്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ ഉള്ളപ്പോഴാണ് UN-ൻ്റെ അത്തരം സംവിധാനങ്ങൾ മാറ്റിയത്. UN നേരിട്ട് ഇത് ചെയ്യണം എന്ന രീതിയിലേക്ക് ഇസ്രായേൽ ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് ഭക്ഷണം അവിടെ ഡെലിവറി ചെയ്തുകൊണ്ട് റാഫ ക്രോസിങ്ങിൽ അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ അത് ഡെലിവറി ചെയ്തുകൊണ്ട് ഇത് വിതരണം ചെയ്യാതെ മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതവിടെ കിടന്ന് ചെയ്യുകയാണ്. ഇനി ഇവിടെ ഹമാസ് ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് ഇത് വന്നുകൊണ്ട് തട്ടിയെടുക്കുന്നതിൻ്റെ വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടില്ലേ? ലോറികൾ അടിച്ചുകൊണ്ട് പോകുന്നു. ഇത് എടുക്കാൻ വേണ്ടി വരുന്ന ഗാസൻ ജനതയുടെ നേർക്ക് വെടി ഉതിർക്കുന്ന ചിത്രം അത് നമ്മൾ കാണുന്നു. ഇങ്ങനെ ഓരോ സംഗതികളും വരുമ്പോൾ ഇതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഇത് പട്ടിണിയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നിലവിളി മാത്രം വെച്ചാൽ ഈ സംഗതി വസ്തുതയല്ലാത്തത് വസ്തുതയാകില്ല. ഇവിടെ അല്ലാതെ ഇതിനെക്കുറിച്ച് പറയാനും അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വഴികളുണ്ട്, ആളുകളുണ്ട്. ഇത് നമ്മൾ കാണുന്നുമുണ്ട്. അങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കള്ളപ്പട്ടിണി എന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി, തീർച്ചയായിട്ടും. പക്ഷേ ഗസയിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോ ഹമാസിന്റെ ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഒക്കെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ഭാവി? കാര്യം ഗസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് അവിടുത്തെ സുരക്ഷാ മന്ത്രി, അതായത് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി അടക്കം ഇന്നലെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും ഒരു ഫ്യൂച്ചറായിട്ട് എന്തായിരിക്കും ഇസ്രായേലിന്റെ നടപടിയിലേക്ക് പോകുന്നത്? നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു 2 സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ അത് നിലവിൽ അസ്തമിച്ചിരിക്കുകയാണ്. കാരണം അത് ഒക്ടോബർ 7 കൂടി തന്നെ അതിനുള്ള അന്ത്യം വന്നിട്ടുണ്ട്.
കാരണം ഇവരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ സമാധാനം എന്ന രീതിയിൽ നമ്മൾ കാണുന്ന കാഴ്ച പോലും അത് സമാധാനമല്ല, അത് മറ്റൊരു അക്രമത്തിനുള്ള പ്രിപ്പറേഷനാണ് എന്നത് തെളിയിക്കുന്നതായിരുന്നു ഒക്ടോബർ 7. കാരണം 2005 ഇസ്രായേൽ ഈ പറയുന്ന ഗാസ റീജിയനിൽ നിന്ന് വിട്ടുകൊടുത്തതാണ്. എന്നുവെച്ചാൽ അവരവിടുന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങിയതാണ്. ഒരു യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെൻ്റ് എന്നാണ് അതിനെ അവർ വിളിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഒരു കണ്ടീഷനും വെക്കാതെ അവർ പൂർണ്ണമായിട്ട് അവിടുന്ന് പിൻവാങ്ങുക. അത് അവിടെ നടന്നിട്ട് അതവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ്. ഈ 2006-7 മുതൽ ഇപ്പോൾ 2023 വരെയൊക്കെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആയിരിക്കെ അവിടെ സത്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. എന്നിരിക്കെയാണ് അവർ ഈ ഒക്ടോബർ 7 സംഭവിച്ചത്. അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത്, തീവ്രവാദാക്രമണം നടത്തിയത്, ഇന്നും അതിലുള്ള ബന്ദികളുടെ ശവശരീരം പോലും വെച്ചുകൊണ്ട് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അന്ന് തന്നെ അസ്തമിച്ചതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കേട്ടു ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്നൊരു ആഗ്രഹം അത് ഈ ഹമാസിനുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സ്ലോഗൻ അവിടെ വരില്ല. കാരണം ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ ജോർദാൻ നദിയും മെഡിറ്ററേനിയൻ കടലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഭാഗം മുഴുവൻ പാലസ്റ്റൈൻ ആണെന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ ഇല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇത്ര നാളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഈ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പറഞ്ഞു നടക്കുകയും ഇപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും വാക്കും പ്രവൃത്തിയായിട്ട് മാറുന്നില്ല, അത് ചേരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുന്നത്. 1. 2, ഈ ഹമാസിൻ്റെ തന്നെ ചാർട്ടറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവരുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് ജൂതരാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ പാടില്ല, അവിടെ ഒരു ജൂതരാഷ്ട്രം പാടില്ല. അതിനവർ കൃത്യമായിട്ട് അവരുടെ ആ ചാർട്ടറിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. ഇതിന് മുന്നേ എങ്ങനെയാണോ മറ്റു രാജ്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇസ്രായേലിനെയും ഇസ്ലാം ഇല്ലാതെയാക്കുന്നതാണ് അവിടെ എഴുതി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം മതമാണെന്നും കൂടിയാണ് അവിടെ വരുന്നത്. ഈ ജൂതവിരുദ്ധതയാണ് അതിൻ്റെ പ്രശ്നം അവിടെ വരികയാണ്. ഇനി അതും കൂടാതെ അതിൻ്റെ താഴേക്ക് അവർ ആർട്ടിക്കിൾ 13-ലും 8-ലൊക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ചർച്ചകളോ അല്ലെങ്കിൽ സമന്വയങ്ങളോ അഭിപ്രായ രൂപീകരണമോ ഇതൊന്നുമല്ല. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ജിഹാദാണ്, ബ്ലഡി ജിഹാദാണ് എന്നാണ് അവർ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജിഹാദും അതുപോലെ മതവും എല്ലാം കൂടി കലർന്ന ഒരു ആശയവും അതിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ 2 രാജ്യമാക്കി കൊടുത്താൽ തീരുമെന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഇതിനെ തീരാൻ പോകുന്നില്ല. ഇതാണ് 1ാമത്തെ കാര്യം. 2, ഇതിൽ ഇനിയിപ്പോൾ ഒരു പാലസ്റ്റൈൻ ഉണ്ടാക്കി നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുത്തു തന്നെ വിചാരിക്കുക, അത് നിലനിൽക്കുമോ? ഇല്ല. കാരണം അത് ഉണ്ടാക്കി കൊടുക്കുന്ന എന്നാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് വെസ്റ്റ് ബാങ്കായിട്ടും ഗാസ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിട്ട് അത് പിളരും. അതാണ് ഉണ്ടാവുക. കാരണം അവിടെ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പ്രശ്നങ്ങൾ വരണം. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒക്ടോബർ 7 ശേഷമുള്ള വിഷയങ്ങളല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഈ ഒക്ടോബർ 7 മുന്നേ ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുന്നേ ലെബനോനിൽ വെച്ചിട്ട് 20ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അന്ന് അവരെ കൊന്നത് ഇസ്രായേൽ അല്ലായിരുന്നു. അന്ന് അവരെ കൊന്നത് വേറെ ഏതെങ്കിലും അമേരിക്കൻ പട്ടാളമല്ല. അവർ തമ്മിൽ വെടിവെച്ചിട്ടാണ് അന്ന് അവിടെ അവർ മരിച്ചത്. 20ഓളം പേരാണ് അന്ന് അവിടെ മരിച്ചത്. ആരാണ് വെടിവെച്ചത്? അതായത് ഈ പറയുന്ന ഹമാസിൻ്റെ ആളുകൾ അപ്പുറത്ത് ഫത്താ പാർട്ടിയുടെ ആളുകളുമായിട്ട് ചേർന്നിട്ട് നടത്തുന്ന വിഭാഗീയത, അതിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ. ഇത് തുടർ സംഭവമായിരുന്നു. ഈ ഒക്ടോബർ 7 മുന്നേ നമ്മൾ നിരന്തര പത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ വാർത്ത അവിടെ നിരന്തരമായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവർ തമ്മിൽ ഉള്ള ഒരു ചേരായിക്കുണ്ട്. അത് ഒരു പവർ പൊളിറ്റിക്സ്, അത് അവിടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ജനാധിപത്യ രീതിയിലൊരു ഭരണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ വെടിവെച്ച് കൊല്ലുന്ന പരിപാടി അല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടങ്ങളിൽ അതല്ല നിലനിൽക്കുന്നത്. കാരണം 2006 ഇലക്ഷൻ നടന്ന് അവിടെ ഭരണം പിടിച്ച് എടുത്തു കഴിയുമ്പോൾ ഹമാസ് അടുത്ത ഘട്ടത്തിൽ അവർ ചെയ്തത് എന്താണ്? അവരുടെ പ്രതിപക്ഷമായ ഈ ഫത്താ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക, അവരെ ഇല്ലായ്മ ചെയ്യാന്നാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവരവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു സമാധാനം അവിടെ വരാനുള്ള സാധ്യത ഇല്ല. ഇനി അത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്താൽ എന്താണ് സംഭവിക്കുക? അവിടെ ഈ പറയുന്ന ഒരു അശാന്തി അവിടെ നിലനിൽക്കുമ്പോൾ നിരന്തരം അത് അവിടെ ഒരു സോർ പോയിൻ്റായിട്ട് നിന്നുകൊണ്ട് അത് ആ മേഖലയെ മൊത്തം അസ്ഥിരമാക്കുന്നതിനാണ് അത് വഴിവെക്കുക. എന്ന് വെച്ചാൽ ഹമാസിൻ്റെ കയ്യിൽ ഭരണം ഇരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഏതെങ്കിലും വിധേന ആയുധമോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയെ അവർ കൊള്ളിടത്തോളം കാലം മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവില്ല എന്നത് ഇന്ന് വലിയ തോതിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അതിന്ന് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ട വാർത്ത, അറബ് രാഷ്ട്രങ്ങൾ, അതിൽ പ്രധാനമായിട്ട് സൗദിയും ഫ്രാൻസും ചേർന്നുകൊണ്ട്, യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെല്ലാവരും ഉണ്ട്, ഈ 2 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ദ ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ പുതിയൊരു സാധനം ഇറക്കിയിരിക്കുകയാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അവർ വെച്ചിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹമാസ്
എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അവർ അപലപിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഒക്ടോബർ 7 അവർ നടത്തിയ നരനായാട്ടിനെ അതിനെ അപലപിക്കുന്നു, കണ്ടം ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. ഇത്ര നാളും 22 മാസത്തോളം യുദ്ധം മുന്നോട്ട് പോയി, ഇപ്പോഴാണ് ഈ പറയുന്ന ഒരു വെളിവ് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അറബ് രാഷ്ട്രങ്ങൾ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരതിനെ കണ്ടം ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 7 നടത്തിയത് ശരിയായില്ല, അതൊരു വളരെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. കാരണം ഇത് പറയേണ്ട ഗതികേട് എങ്ങനെയാണ് വന്നത്? ഗാസൻ ജനത തന്നെ പറയാൻ തുടങ്ങി. ഇപ്പുറത്തിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലുള്ള മഹ്മൂദ് അബ്ബാസ് ഈ പറയുന്ന ഗാസൻ ജനതയോടൊപ്പം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം ഉൾക്കൊണ്ടിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർ ഈ ഹമാസ് പോരാളികളെ വിളിച്ചത്, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചത്. മലയാളത്തിൽ പറഞ്ഞ നായിൻ്റെ മക്കളെ എന്നാണ് വിളിച്ചത്. ഇത് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ സാധനമൊന്നും കാണാതെ ഇവിടെ ഇപ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനികൾ, പോരാളികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ, ഗാസൻ ജനത, അപ്പുറത്തിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ അതിൻ്റെ ആളുകൾ ഇവരെ വിളിക്കുന്നത് സൺസ് ഓഫ് ഡോഗ്സ് എന്നാവുന്നു. അവരെ തെമ്മാടികൾ എന്ന് വിളിക്കുന്നു, ഇറങ്ങി പോകാൻ പറയുന്നു, ആയുധം താഴെ വെക്കാൻ പറയുന്നു, ഞങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നത് അവസാനിപ്പിക്കാൻ പറയുന്നു, അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ തേടുന്നു, അവരെ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാൻ പറയുന്നു. അതാണ് ഈ ഡിക്ലറേഷനിലെ മറ്റൊരു കാര്യം. ആദ്യമായിട്ട് സംഭവിക്കുകയാണ് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാൻ അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ. ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള, അതുപോലെ തന്നെ ഈ ഇവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ബാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസ് ആദ്യം താഴെ ഇറങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ട്, ഇതൊരു ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫോഴ്സസ് അതർ ദാൻ ഈ പറയുന്ന ആളുകളല്ലാതെ അവിടെ വന്നുകൊണ്ട് അവിടെ സമാധാനം കാക്ഷിക്കുന്ന ആളുകളുടെ വിശ്വാസം എടുത്തുകൊണ്ട് തന്നെ അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഭരണരീതി കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് നാളുകളെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോയി അതിനെ റിഹാബിലിറ്റേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ കൊടുത്തുകൊണ്ട് അവരെ മാറ്റി അവരിലുള്ള ഈ തീവ്ര ചിന്താഗതികൾ മാറ്റാനുള്ള വഴികൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ്, എനിക്ക് തോന്നുന്നു 10-50 വർഷമെങ്കിലും പിടിക്കും ഈ പറയുന്ന ഒരു സാധനം അവരിൽ മാറ്റം ഉണ്ടാക്കാൻ. അങ്ങനെ ചെയ്താലാണ് ഇത് മാറുള്ളൂ. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലം അതിന് കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് ഞാൻ പറയാം. 50 വർഷം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇന്നത്തെ കാലം. കാരണം ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും അത് സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള അവസ്ഥയുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ അബ്രഹാമിക് അക്കോർഡ്സ് വന്നതിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ പൊതുവെ അറബ് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു വലിയ തോതിലുള്ള മാറ്റം വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിക്ലറേഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള, അതായത് ഭാവിയിൽ ഊഷ്മളമാക്കാനുള്ള സാധ്യതയും കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് കലഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, അവരുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കിയേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹമാസ് ഇറങ്ങി പോകണം, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ സമാധാനം വരുമോ എന്ന് ചോദിച്ചാൽ വരും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ല ഇതിൻ്റെ പരിഹാരം. അത് ആ ജനങ്ങൾക്ക് വേണ്ട സംഗതികൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ അറബ് രാഷ്ട്രവും അതുപോലെ മറ്റു രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് അവിടെ ഒരു സമാധാന ഇടനാഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള പോംവഴിയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു രണ്ടാമതൊരു പാലസ്തീൻ പ്രഖ്യാപിച്ചതുകൊണ്ട് നടക്കില്ല. ഇനി പലസ്തീൻ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഇസ്രായേലിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രഖ്യാപിക്കാത്ത, അതിനെ അംഗീകരിക്കാത്ത അറബ് രാഷ്ട്രങ്ങളാണ് പലരും ഈ പറയുന്ന ഇടത്തുള്ളത്. അത് ആദ്യം മാറ്റണം. അങ്ങനെ മാറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമതൊരു രാഷ്ട്രത്തെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ആദ്യം നിങ്ങൾ ഇസ്രായേലിനെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ വഴി. കാരണം ഇസ്രായേലിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇത്രയും നാളും ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഈ അംഗീകരിക്കായ്മ തുടങ്ങി വെച്ചതാരാണ്? അത് ഈ അറബ് രാഷ്ട്രങ്ങളാണ്. 48-ൽ ഇസ്രായേൽ ഉണ്ടായ അന്ന് അത് അംഗീകരിക്കാതെയാണ് ഇവരാദ്യം ഈ പറയുന്ന യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതും ഇന്ന് കാണുന്ന കോലാഹലം മുഴുവൻ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഈ ഒക്ടോബർ 7 സംഭവിച്ച വിഷയവും അതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഈ ഇത്രയും നീണ്ടു നിന്ന യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു യുദ്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിൽ രണ്ട് കാര്യമാണ്. ഇത്ര നാൾ നീണ്ടു നിന്നതുകൊണ്ട് തന്നെ ഇതിലെ പല വിഷയങ്ങളും ഇന്നത്തെ ഒരു സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺഫിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്? ലോകം മുഴുവൻ തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ട് പോലും ഒരു അണുവിട അവർ വ്യതിചലിക്കാതെ അവരവരുടെ ലക്ഷ്യം നിറവേറ്റി അതിനുവേണ്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതായത് ഒന്നുകിൽ അവരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഈ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് എല്ലാം പിൻവാങ്ങി ഹോസ്റ്റേഴ്സിനൊക്കെ വിട്ടുകൊടുത്ത് അവർ കൊല്ലുകയോ തിന്നോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് അവരുടെ വഴി നോക്കി പിന്നോട്ട് പോകാമായിരുന്നു. ഒന്നാമത്തെ വഴി അതാണ്. രണ്ട്, പുറത്തുള്ള ആളുകൾ തങ്ങൾക്കെതിരെ ഉയർത്തുന്ന പലതരം വാദങ്ങൾ, അതായത് എന്താണ് ഹിറ്റ്ലർ വീണ്ടും വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. ഹോളോകോസ്റ്റ് അവിടെ ഗാസയിൽ നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവരവരുടെ കൃത്യമായ പണിയെടുത്തു എന്നുള്ളതാണ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി. ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ഈ രണ്ടാമത്തെ വഴിയാണ്. ആ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ ഒരു വലിയ ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റും. സമാധാനം മിഡിൽ ഈസ്റ്റിൽ വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ആരിഫ്. എന്തായാലും കുറച്ചധികം നേരം നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ അതിന് സമയം ഉണ്ടായതിൽ ഒരുപാട് നന്ദി.
എന്തായാലും ഗസയിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. ഹമാസിനെ അനുകൂലിക്കുന്നവരും ഒഴികെ എന്നൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ചർച്ചയ്ക്കൊടുക്കം എത്തുന്നത്. താങ്ക് യു സോ മച്ച് ആരിഫ്, താങ്ക് യു സോ മച്ച്. യെസ്, എന്തായാലും ഒറ്റ കാര്യം എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളൂ, ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നതെന്ന് ഒഴിവാക്കുക. കാരണം അവരോട് ആയുധം താഴെ വെച്ച് ഇറങ്ങിപ്പോകാൻ ഗാസൻ ജനത പോലും പറയുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.